കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സപ്പോസ് എക്സ് ഫോളോസ് പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ k and lambda. Okay, x follows pareto distribution with therefore f of x is equal to k into k by lambda into lambda by x all raised to k plus 1 comma k greater than 0, lambda greater than 0, x greater than lambda. Okay, or which is equal to k lambda raised to k divided by x raised to k plus 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി അതിന്റെ മീൻ എന്ന് പറയുന്നത് is equal to k lambda divided by k minus 1 for k greater than 1 and variance equal to k lambda square divided by k minus 2 minus k lambda divided by k minus 1 all square for k greater than 2. അപ്പോൾ മീന്, വേരിയൻസ്, എഫ് ഓഫ് എക്സ്, ഇത്രയും കാര്യങ്ങൾ ഇതെന്താന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക, പഠിക്കുക. ഇതാണ് പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ f of x is equal to 1 minus lambda by x raised to k. 1 minus lambda by x all raised to k ആണ് ഇതിന്റെ ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറയുന്നത്. ഫോർ എന്തായിരിക്കും? ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ലാംഡ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, മെമ്മറിയിൽ വെക്കുക. ചിലപ്പോ ഡിഫൈൻ പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ 4 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഡിഫിനിഷനും അതിന്റെ മീനും വേരിയൻസും പിന്നെ പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേജ് അല്ലെങ്കിൽ ലൈഫ് ടൈം എന്താണ് സിറ്റുവേഷൻസിൽ ആണ് നമ്മളത് ഉപയോഗിക്കുക. അപ്പൊ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ലാംഡ എന്ന് പറയുന്ന പർട്ടിക്കുലർ ലിമിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഒരു മിനിമം ലാംഡയില് ഇൻകം അല്ലെങ്കിൽ വേജ് എത്ര കണ്ട് വേരി ചെയ്യിക്കാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അവിടെ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതിന്റെ മീനും വേരിയൻസും എഫ് ഓഫ് എക്സും ക്യാപിറ്റൽ എഫ് എക്സും പാരാമീറ്റേഴ്സും നോക്കുക. ഇനി അടുത്തത് കോഷി ഡിസ്ട്രിബ്യൂഷൻ. കോഷി ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ let x be said to follow standard Cauchy distribution if f of x equal to 1 by pi into 1 plus x square, pi into 1 plus x square. That is Cauchy distribution ന്റെ probability density function എന്ന് പറയുന്നത് 1 by pi into 1 plus x square for the range is equal to minus infinity less than x less than infinity ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് പറയാം? which represents x follows Cauchy distribution with 0 and 1. 0 and 1 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോഷിക്കാണ് നമ്മൾ പറയുക. പാരാമീറ്റേഴ്സ് 1ഉം 0 ആയിരിക്കും. ഇൻ ജനറൽ ഇതിപ്പോ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് കോഷിയാണ് പറഞ്ഞത്. ഇനി y follows Cauchy distribution with lambda and mu. ലാംഡയും mu ആണ് അവിടെ പാരാമീറ്റർ. ഇപ്പൊ ലാംഡ എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ, mu എന്ന് പറയുന്നത് അനദർ പാരാമീറ്റർ. ആൻഡ് ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് mu മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ mu ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ that f of y എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് കോഷി അല്ല, ജനറൽ കോഷി. ലാംഡ മ്യൂ വെച്ചിട്ട് കോഷി f of y is equal to
ലാംഡ ഡിവൈഡഡ് ബൈ 1 ഇവിടെ 1 ആയതുകൊണ്ടാണ് 1 വന്നത്. ലാംഡ f of y is equal to lambda divided by pi into lambda square plus pi into lambda square plus y minus mu whole square. ഇതാണ് എന്ത് കോഷി, ജനറൽ കോഷി എന്ന് പറയുന്നത്. അപ്പോ y ranges between minus infinity ഇതായിരുന്നു മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ബൈ ലെസ് ദാൻ ഇൻഫിനിറ്റി ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഞാൻ അവിടെ mu എന്നാണ് എഴുതിയത് അല്ലേ. വിച്ച് റെപ്രസെന്റ് y ഫോളോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. y ഫോളോസ് കോഷി വിത്ത് ലാംഡ ആൻഡ് mu. അപ്പൊ ആ കോഷി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. സ്റ്റാൻഡേർഡ് കോഷി എന്ന് പറയുമ്പോൾ C01 ആയിരിക്കും. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by pi into 1 plus x square ആണ്. അങ്ങനെ അവിടെ എന്ത് വരും? ലാംഡ 0. ഇത് ലാംഡയും ഇത് മ്യൂമാണ്. ലാംഡ ഒരു പാരാമീറ്റർ വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അതായത് പോസിറ്റീവ് ആയിരിക്കുന്നത്, നെഗറ്റീവ് വരില്ല. ഓർ ഈക്വൽ ടു 0. ദെൻ സോറി, ഞാൻ എഴുതിയത് തിരിഞ്ഞു പോയി. 1,0 that is lambda mu. Lambda is 1 and mu equal to 0. അപ്പൊ കോഷി 1,0 ആണ്, 0,1 അല്ല. ഞാൻ തെറ്റിയാണ് പറഞ്ഞത്. അപ്പോ ലാംഡ 1 ഉം mu 0 ആവുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോഷി കിട്ടും. ഇനി ജനറലി ലാംഡ mu ആണെങ്കിൽ ജനറൽ കോഷി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും ഒന്ന് നോക്കുക. ഇനി ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. y ഫോളോസ് കോഷി വിത്ത് ലാംഡ mu ആണെങ്കിൽ x ഈക്വൽ ടു y മൈനസ് മ്യൂ ബൈ ലാംഡ ഫോളോസ്. സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അതായത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ പറയുന്നത്. ദാറ്റ് ഈസ് y ഫോളോസ് കോഷി ലാംഡ മ്യൂ ആണെങ്കിൽ x ഈക്വൽ ടു y മൈനസ് ലാംഡ ബൈ മ്യൂ വിച്ച് ഫോളോസ് കോഷി 1,0 ആയിരിക്കും. ഓക്കെ, കോഷി 1,0 ആയിരിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? phi of t എന്തായിരിക്കും? ഈ കോഷി ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to minus mod t. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കോഷി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എക്സിസ്റ്റ് ചെയ്യില്ല. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ഉണ്ടായിരിക്കില്ല. ദെൻ കോഷി ഡിസ്ട്രിബ്യൂഷൻ ആർത്ത് ഓർഡർ സെൻട്രൽ മൊമെന്റ് മ്യൂ ആർ ഫോർ ആർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്. കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്തില്ല? മീൻ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി കോഷി ആർത്ത് ഓർഡർ മൊമെന്റ് മ്യൂ ആർ ഫോർ ആർ ഗ്രേറ്റർ ദാൻ 1. അതായത് ആർത്ത് ഓർഡർ മൊമെന്റ് ആറ് 1നേക്കാൾ മുകളിൽ ഏത് ആർ എടുത്താലും 2 എടുത്താലും 3 എടുത്താലും 4 എടുത്താലും 5 എടുത്താലും 10 എടുത്താലും r ഈക്വൽ ടു 100 എടുത്താലും മ്യൂ ആർ ദാറ്റ് ഈസ് ആർ ഓർഡർ സെൻട്രൽ മൊമെന്റും എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇനി എക്സ് ഫോളോസ് കോഷി 0,1 സ്റ്റാൻഡേർഡ് കോഷി ആണെങ്കിൽ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് വിത്ത് പാരാമീറ്റർ 1/2. അതായത് അടുത്ത ഒരു കാര്യമാണ് എക്സ് ഫോളോസ് കോഷി 1,0 ആണെങ്കിൽ എക്സ് സ്ക്വയർ ഫോളോസ് ബീറ്റ ഹാഫ് ആയിരിക്കും. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ബീറ്റ 2 ഓഫ് ഹാഫ് ആയിരിക്കും. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് വിത്ത് പാരാമീറ്റർ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും കണക്റ്റഡ് പ്രോബ്ലംസ് ഒക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അടുത്ത ക്ലാസ്സിൽ.